ഹായ്, നമുക്കിന്ന് കുട്ടനാടൻ രീതിയിൽ എങ്ങനെയാണ് കക്കയിറച്ചി ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകുന്ന മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇതിന് വേണ്ട ചേരുവകൾ: ആദ്യം കക്കയിറച്ചി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കക്കയിറച്ചി 500 ഗ്രാം ആണ് വേണ്ടത്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, പിന്നെ ഉപ്പ് പാകത്തിന്. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, തേങ്ങാക്കൊത്ത് 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 3 എണ്ണം, സവാള 1 എണ്ണം, ചെറിയ ഉള്ളി 10 എണ്ണം, കറിവേപ്പില 2 തണ്ട്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ. ഇനി നമുക്കിത് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 500 ഗ്രാം കക്കയിറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. കക്ക വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കക്ക മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചു തരാം. ഇതുപോലെ വിരലുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു കറുത്ത വേസ്റ്റ് പുറത്തു വരും. അത് എടുത്ത് മാറ്റുക. എന്നിട്ട് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. മണ്ണും പൊടിയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. കഴുകുമ്പോൾ കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് മാറി കിട്ടും. ഇനി ഇത് പൊടികളൊക്കെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെന്ത് കഴിയുമ്പോൾ കക്കയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം വറ്റുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 പച്ചമുളക്, 1 സവാള, 10 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി സവാള ഒന്ന് ബ്രൗൺ നിറം ആവുന്ന വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള ബ്രൗൺ നിറം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ചെറുതീയിൽ വഴറ്റിയെടുക്കുക. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി വരും. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. നേരത്തെ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് നോക്കിയിട്ട് വേണം കുരുമുളക് പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ സിമ്മിലോട്ടാക്കുക. ഈ മസാലയൊക്കെ കക്കയിൽ നല്ലപോലെ പിടിച്ചു വരണം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ കുട്ടനാടൻ സ്റ്റൈൽ കക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.